ശബരിമല സ്വർണ്ണ കവർച്ച തെരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചയാകുമ്പോൾ ഉള്ളുപൊള്ളി ഇടത് വലത് മുന്നണികൾ. കേസിൽ ഇഡി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ ചോദ്യമുന നീളുന്നതും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും UDF കൺവീനർ അടൂർ പ്രകാശ് MP-യിലേക്കുമാണ്. ഇതോടുകൂടി വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വിയർക്കുകയാണ് ഇരു മുന്നണികളും. കേരളത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ആരോപണം. എന്നാൽ രാഹുലിന്റെ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിച്ച് സ്വർണ്ണക്കവർച്ചയിൽ ഇടതു വലതു മുന്നണികൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിലെ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചിരുന്നു. ഇടത് സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കവർച്ചയിൽ ചരട് നീളുന്നത് കോൺഗ്രസിലേക്കാണെന്നായിരുന്നു നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാന ചർച്ചാ വിഷയമായെങ്കിലും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മറ്റ് BJP നേതാക്കളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് രണ്ട് മുന്നണികളുടെയും നേതാക്കൾക്ക് മറുപടിയില്ല. ഇതിനൊപ്പം ED അന്വേഷണം കൂടി നടക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ തങ്ങളുടെ നേതാക്കൾ കൂടി ചോദ്യം ചെയ്യലിന് വിധേയരാകുമെന്നതും ഇടതു വലതു മുന്നണികളെ പ്രചാരണ രംഗത്ത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മുൻ മന്ത്രിയും കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയുമായ കടകംപള്ളി സുരേന്ദ്രനെയും UDF കൺവീനർ അടൂർ പ്രകാശ് MP-യെയും വൈകാതെ ED ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ശബരിമല തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നതിനെ രണ്ട് മുന്നണികളും ഭയപ്പെടുന്നുണ്ട്. ജനം, കൊച്ചി.